പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് കേട്ടോ. വീഡിയോ ചെയ്യാത്തതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്മുടെ സ്റ്റാൻഡും ഒടിഞ്ഞു പോയി, അതുപോലെ മൊബൈലിന് ചെറിയ കംപ്ലൈൻറ്റ് എല്ലാം കൊണ്ടായപ്പോഴത്തേനും കഷ്ടകാലം വരുന്നത് എല്ലാ വശത്തുകൂടെ ആയിരിക്കുമല്ലോ. എപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാശില്ലാത്ത സമയത്തായിരിക്കും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നിൻ്റെ പുറകെ ഒന്നായി കഷ്ടകാലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഏതായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞതല്ലേ, എന്നാൽ ഒരിക്കൽ കൂടി സ്വാഗതം. ഏതായാലും ഇന്ന് നമ്മൾ പല മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എന്നുവേണ്ട എല്ലാ മേഖലയിലും സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടല്ലേ. എല്ലായിടവും രാഷ്ട്രീയത്തിൽ സൂപ്പർ സ്റ്റാറുകളുണ്ട്, ടി വി ഷോകളിലുണ്ട്, സീരിയൽ രംഗത്തെ സൂപ്പർ സ്റ്റാറുകൾ, സിനിമാ രംഗത്തെ സൂപ്പർ സ്റ്റാറുകൾ എന്നുവേണ്ട എല്ലാ മേഖലയിലും സൂപ്പർ സ്റ്റാറുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനും സ്വന്തമായിട്ട് ഒരു നിലനിൽപ്പ്, അതുപോലെ 10 പേര് അറിയണം, ഇഷ്ടപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ ചെന്ന് ഇറങ്ങിക്കഴിയുമ്പം ഇന്ന ആളാണ്, 10 പേര് അറിയപ്പെടുന്ന ഒരാളായി മാറണം, അതെല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷേ പലപ്പോഴും ഈ 10 പേര് അറിഞ്ഞു തുടങ്ങുമ്പോഴത്തേന് പിന്നെ അത് തലക്കനമായിട്ട് മാറും. 10, 100 ആകുമ്പോഴത്തേന് അത് തലക്കനമായി മാറും. ഈ അറിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതെ പല സിനിമയിലും രാഷ്ട്രീയത്തിലും സ്പോർട്സിലും ഒക്കെ ഇറങ്ങുന്ന പല സൂപ്പർ സ്റ്റാറുകളും ആരാധകർ തിങ്ങിത്തിരങ്ങി ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പം അവർ മൈൻഡ് ചെയ്യാതെ പോകുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അത് അവരുടെ കുറ്റമല്ല, കാരണം പല കാര്യത്തിന് അലയുമ്പം നമുക്കൊരു ഫോട്ടോ മതി, അവർക്ക് പല പല പ്രശ്നങ്ങളായിരിക്കാം. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോയിൽ കാണുന്നത്. നമ്മുടെ ലാലേട്ടൻ്റെ പുതിയ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം. പോലീസ് ഓഫീസറായിട്ട് മോഹൻലാൽ എത്തുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കഥകളും ഉപകഥകളും ഒക്കെ ആയിട്ട് ഒത്തിരി കഥകളുണ്ട്. കഥകൾക്ക് യാതൊരു പഞ്ഞുമില്ല. പ്രത്യേകിച്ച് ലാലേട്ടൻ സിനിമയാകുമ്പോൾ കഥകൾക്ക് യാതൊരു പഞ്ഞുമില്ല. മിക്കവാറും സിനിമയുടെ കഥകൾ തന്നെ പലരും പുറത്തു വിടുന്നതൊക്കെ കാണും. അതുപോലെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പല സ്റ്റില്ലുകളും, വൈറലാകുന്ന പല സ്റ്റില്ലുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ലാലേട്ടൻ തൊടുപുഴയിലാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് ലാലേട്ടൻ അദ്ദേഹത്തെ കാണാൻ ചെന്ന ആൾക്കാരുമായിട്ട് ഫോട്ടോ എടുക്കുന്നതാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോരുത്തരും നീണ്ട ക്യൂ ആണ് ലാലേട്ടനുമായിട്ട് ഫോട്ടോ എടുക്കാൻ. തോന്നുന്നു അതൊരു ആഗ്രഹമാണ്, എല്ലാ മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണ് ലാലേട്ടനുമായിട്ട് നിന്നൊരു ഫോട്ടോ എടുക്കുക, വീട്ടിൽ കൊണ്ട് വെക്കുക എന്നൊക്കെ പറയുന്നൊരു ആഗ്രഹമാണ്. അതിനുവേണ്ടി ആൾക്കാരിങ്ങനെ കാത്തു നിന്നു. അമ്മമാരുണ്ടായിരുന്നു, കൊച്ചു കുട്ടികളുണ്ടായിരുന്നു, പ്രായമായവരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. വളരെ സമചിത്തതയോടെ അവരുമായിട്ടെല്ലാം നിന്ന് ലാലേട്ടൻ ഫോട്ടോ എടുത്ത് മാറുന്ന ഒരു ഇതാണ് പറയുന്നത്. ലാലേട്ടന് എല്ലാവരുമായിട്ട് സംസാരിക്കാനോ അവരെ തോളത്ത് പിടിക്കാനോ ഒന്നുമില്ല. ഒരാൾ വന്നു ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു വല്ലാത്ത ഒരനുഭവമാണ്. കാരണം എന്നാൽ മലയാളത്തിൽ നിന്നല്ല, ഓരോ തലത്തിലെയും സൂപ്പർ സ്റ്റാറുകൾ ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ആ ഒരു കാര്യമാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പല കമൻറ്റുകളൊക്കെ പറയുന്നുണ്ട്, ലാലേട്ടൻ കുഞ്ഞുങ്ങളെ താലോലിക്കുന്നില്ല, ചിരിക്കുന്നില്ല, ചുംബിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുള്ള പല കമൻറ്റുകളും നെഗറ്റീവായിട്ടൊക്കെ വരുന്നുണ്ട്. നെഗറ്റീവ് കണ്ടുപിടിക്കാൻ നടക്കുന്നവർക്ക് അത് മാത്രമല്ലേ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ ഇത്രയും ആൾക്കാരുമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതൊന്നും പറയാനില്ല. പലരും ചിരിക്കാറ് പോലും ഇല്ല. അതിനിടയിൽ ഇങ്ങനെ ഓരോരുത്തരോടും 10 മിനിറ്റും 15 മിനിറ്റും ഒക്കെ ലാലേട്ടൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? എത്രയോ ആൾക്കാരിങ്ങനെ വരുന്നത് അല്ലേ? അപ്പോൾ അവരോടെല്ലാം വളരെ സ്നേഹത്തോടെ ക്ഷമയോടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ലാലേട്ടനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം പലരും, ഭൂരിപക്ഷം ആൾക്കാരും അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെ ആവണോടാ സൂപ്പർ സ്റ്റാർ എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ സ്നേഹിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ട് ഒരു നടനെ ഉയർത്തിക്കൊണ്ട് വരുമ്പം നമ്മുടെ സ്നേഹത്തിലും നമ്മുടെ സന്തോഷത്തിലുമൊക്കെ പുള്ളി പങ്കെടുക്കുക എന്ന് പറയുന്നത് മലയാളികൾക്ക് പ്രത്യേക ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ലാലേട്ടൻ പലപ്പോഴും പറയുന്നുണ്ട്, എനിക്കെൻ്റെ പിള്ളേരുണ്ടാ എന്ന് നെഞ്ചുറപ്പോടെ
പറയാൻ പറ്റണമെങ്കിൽ അദ്ദേഹം പിള്ളേരോട് കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അതൊരു വളരെ വലുതാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നെഗറ്റീവ് അഭിപ്രായമൊക്കെ വരുമെന്ന് എനിക്കറിയാം. നെഗറ്റീവിൽ പറഞ്ഞ് ശീലമുള്ളവർക്ക് നെഗറ്റീവ് പറയും, പോസിറ്റീവ് പറയാനുള്ളവർ പോസിറ്റീവ് പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.